ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിടന്ന സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് വിരിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ചോറിൻ്റെ പണി അങ്ങ് വെക്കലാണ്. അപ്പോൾ നമ്മൾ ഗ്യാസിലാണ് ചോറ് വെക്കൽ, എന്നിട്ട് റൈസ് കുക്കറിൽ കീച്ച് വെക്കലാണ്. ഇത് പിന്നെ കുറച്ച് വേവ് കുറവുള്ള അരി ആയതുകൊണ്ട് റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കേണ്ട വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, പക്ഷേ വെന്തിട്ടില്ല. അപ്പോൾ ആ സമയത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്ന് കഴിയുന്തോറും പാത്രങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ടാവട്ടെ കഴുകാനൊക്കെ. അപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ കിച്ചണ് മാത്രം ഒന്ന് തുടച്ചെടുക്കലാണ്. കിച്ചണ് ഞാനിങ്ങനെ ഡെയിലി തുടക്കും കേട്ടോ. കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കിച്ചണ് ഡെയിലി തുടക്കും. മറ്റേ സൈഡൊന്നും അങ്ങനെ തുടക്കാറില്ല, ഒന്നരാടം ഇങ്ങനെ ദിവസങ്ങളിൽ തുടക്കാറില്ല. അപ്പോൾ നമ്മളെ ചോറ് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പറഞ്ഞില്ല, റൈസ് കുക്കറിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല, വേവ് കുറവുള്ള അരിയാണെന്ന്. അപ്പോൾ നേരെ ചോറ് ഊറ്റിയെടുക്കലാണ്. ഞാൻ ഊറ്റിയെടുക്കുന്നത് കാണിച്ചു തരാം. പഴയൊരു രീതിയിലാണ് ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഈ ഒരു രീതിനെ ചോറ് വാർക്കൽ എന്നാണ് പറയൽ. ഓരോരോ നാട്ടിലും ഓരോരോ ഭാഷയാണല്ലോ, ഓരോന്നല്ലോ പറയൽ. നമ്മൾ ചോറ് വാർക്കൽ എന്നാണ് പറയൽ. അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യൽ. ചോറ് ഇതിനെ അടിച്ചട്ടി തുടുപ്പ് എന്നാണ് പറയൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചോറ് വാർത്തെടുക്കൽ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴില്ലേ, ഈ ടൈൽസൊക്കെ ഇട്ട സ്ഥലത്തുനിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചോറ് വാർക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, ഈ അടിയിൽ വെച്ചിട്ടുള്ള, അതിങ്ങനെ നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ ഇത് മറിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ കഞ്ഞിവെള്ളം മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടിയിൽ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ സ്ലിപ്പായി പോയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ അടിയിലൊരു കട്ടിയുള്ള കോട്ടൻ്റെ തുണി നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി എല്ലാം നല്ലതാണ്. അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വാർക്കാൻ പാടുള്ളൂ. ഇത് ടൈൽസിൽ നിന്നൊക്കെ വേഗം ഇങ്ങനെ നീങ്ങി പോകുന്നതല്ലേ. അപ്പോൾ ചോറ് വാർക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ ഇങ്ങനെ തിളച്ച് മറിഞ്ഞിട്ടുണ്ട് ഗ്യാസ് മേലെ. അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കലാണ്. ഗ്യാസിലേക്കുള്ള ഇപ്പോൾ പാല് ചായയൊക്കെ തിളച്ച് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ പിടിച്ചിട്ട് പിന്നെ നമ്മൾക്കത് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളെ ഈ ഗ്യാസ് അടുപ്പൊക്കെ പെട്ടെന്ന് മോശമായി പോകും. ഇപ്പോൾ നമ്മൾ ഈ ഗ്യാസ് ഏകദേശം 15 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കേടുപാടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് സ്വാഭാവികം, 15 വർഷമൊക്കെ ആയില്ലേ. അപ്പോൾ വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ട പാത്രങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങ് മാറ്റി വെക്കലാണ്. എല്ലാം അത് നമ്മളെവിടെയാണോ വെക്കുന്നത് ഓരോന്നും അതിൻ്റെ സ്ഥാനത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കലാണ്. നമ്മളിങ്ങനെ വീട്ടിൽ എന്തുപയോഗിക്കാനെടുത്താലും അത് എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോയി വെക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ പിന്നെ എടുക്കുമ്പോൾ അത് നമ്മൾ അത് അവിടെയാണല്ലോ. അപ്പോൾ നമ്മൾക്കിങ്ങനെ പരുത്തേണ്ട ആവശ്യമില്ല. അതിൻ്റെ സ്ഥാനം നോക്കിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ എല്ലാം അതിനെ അടുക്കും ചിട്ടയോടെ അങ്ങനെ വെച്ചാൽ നമുക്ക് പണികൾ വേഗം തീർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പരതിയിട്ട് തന്നെ നമ്മുടെ ടൈമൊക്കെ പോകും. അതെവിടെയാണോ ഇതിവിടെയാണോ ഒക്കെ വെച്ചത് നമുക്ക് ഓർമ്മ കിട്ടൂല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പരതിയിട്ട് വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അത് എല്ലാം എപ്പോഴും ചിട്ടയോടെ തന്നെ ഓരോന്നും അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണങ്ങൾ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളും നമ്മൾക്ക് തന്നെയാണ്. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വെച്ച് ഇതിൻ്റെ പിറകിൽ നിങ്ങൾക്ക് ഒരു ശബ്ദം കേൾക്കുന്നില്ലേ, അത് നമ്മളെ തൊട്ടടുത്ത വീടിൻ്റെ പണി നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് റവ അധികം വാങ്ങി വെച്ചിട്ട് നമ്മളൊരു 5-10 കിലോ ഒക്കെ സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങും. എന്നിട്ട് അതിങ്ങനെ ഇതുപോലെ ഒന്ന് നല്ലോണം വറുത്തിട്ട് മാറ്റി വെക്കലാണ്. അപ്പോൾ അങ്ങനെ കേടുകൂടാതെ കുറേ ദിവസം നമ്മൾക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമില്ലേ, അതൊക്കെ വന്നിട്ട് മോശമായി പോകും. പെട്ടെന്ന് അതൊക്കെ വന്നിട്ട് ഇങ്ങനെ പുഴുക്കൾ മാല ഇങ്ങനെ കെട്ടി വെക്കില്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വറുത്തിട്ട് നല്ലോണം വറുക്കും കേട്ടോ. വറുത്തിട്ടാണ് അങ്ങനെ എടുത്ത് വെക്കൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.